കാർ നീന്തൽക്കുളമാക്കിയ വ്ളോഗർ സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ആജീവനാന്ത കാലത്തേക്ക് റദ്ദാക്കി. നിയമലംഘനത്തിന് ഉപയോഗിച്ച കാർ 1 വർഷത്തേക്ക് നിരത്തിലിറക്കരുതെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉത്തരവിട്ടു. ശിക്ഷയുടെ ഭാഗമായുള്ള സഞ്ജു ടെക്കിയുടെയും കൂട്ടുകാരുടെയും ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ആതുര സേവനം തുടരുകയാണ്. ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാതിരിക്കാനുള്ള കാരണമുണ്ടെങ്കിൽ അറിയിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് സഞ്ജു ടെക്കിക്ക് നോട്ടീസ് നൽകിയിരുന്നു. മോട്ടോർ വാഹന നിയമങ്ങളുടെ ലംഘനമാണെന്നറിയാതെയാണ് ഇതൊക്കെ ചെയ്തതെന്നായിരുന്നു മറുപടി. ചില പരാതികൾ നിഷേധിക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് സഞ്ജു ടെക്കിയുടെ ലൈസൻസ് റദ്ദാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചത്. പരിശോധിച്ചതിൽ നിന്ന് മോട്ടോർ വാഹന നിയമ ലംഘനങ്ങൾ നടത്തി ഇത്തരം ബ്ലോഗർമാർ നടപടി ഉണ്ടാവാതിരിക്കാൻ, ഇതുപോലുള്ള നിയമലംഘനങ്ങൾ ഉണ്ടായിരിക്കാൻ വേണ്ടി ശ്രീ സഞ്ജു ടി.എസിൻ്റെ ലൈസൻസ് റദ്ദാക്കിയിരിക്കുകയാണ്. ഇനി ഈ ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ ശ്രീ സഞ്ജു ടി.എസിന് കഴിയില്ല. എൻഫോഴ്സ്മെന്റ് ആർടിഒയുടെ നടപടിക്കെതിരെ സഞ്ജുവിന് വേണമെങ്കിൽ അപ്പീൽ പോകാനാകും. ശിക്ഷാ നടപടികളുടെ ഭാഗമായി സഞ്ജു ടെക്കിക്കും കൂട്ടുകാർക്കും മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിച്ച സന്നദ്ധ സേവനം തിങ്കളാഴ്ച അവസാനിക്കും. വണ്ടാനം മെഡിക്കൽ കോളേജിലെ അത്യാഹിതത്തിലും ഓർത്തോ വിഭാഗത്തിലുമാണ് സേവനം. MVDയുടെ എടപ്പാളിലെ കേന്ദ്രത്തിൽ 4-അംഗ സംഘം കഴിഞ്ഞ ആഴ്ച ഡ്രൈവിംഗ് പരിശീലനം പൂർത്തിയാക്കിയിരുന്നു. ബ്ലോഗറും കലവൂർ സ്വദേശിയുമായ TS സഞ്ജു എന്ന സഞ്ജു ടെക്കി കഴിഞ്ഞ മാസമാണ് കാർ നീന്തൽക്കുളമാക്കിയ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത്. കേസെടുത്ത മോട്ടോർ വാഹന വകുപ്പിനെതിരെയും വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾക്കെതിരെയും പിന്നാലെ വീഡിയോകൾ പോസ്റ്റ് ചെയ്തു. ഹൈക്കോടതിയും MVDയും പോലീസും നിലപാട് കടുപ്പിച്ചതോടെ അല്പം മയപ്പെട്ടു. നീന്തൽക്കുളമാക്കിയ വാഹനത്തിന്റെ RC ബുക്കും ഡ്രൈവറുടെ ലൈസൻസും നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. മാതൃഭൂമി ന്യൂസ്. അങ്ങനെ ഈ നിയമലംഘനം ആദ്യമായി പിടിക്കുന്ന സമയത്ത് സഞ്ജുവിനെ പോലീസ് സ്റ്റേഷനിൽ MVD ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്നു. അതിനുശേഷമൊക്കെ തന്നെ നമ്മൾ നന്നാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഉടനടി പുറത്തേക്ക് ഇറങ്ങി മാധ്യമങ്ങളെ തെറിവിളിക്കുകയും വീണ്ടും അഹങ്കാരത്തിൻ്റെ വചനങ്ങളായിരുന്നു ആ വാക്കുകളിൽ നിന്നും കേട്ടത്. അതുകൂടി നമുക്കൊന്ന് ഈ ഘട്ടത്തിൽ ഓർമ്മയിലേക്ക്. ഭയങ്കര പോപ്പുലർ ആയിരിക്കണം. എസ്പെഷ്യലി നമ്മുടെ മീഡിയക്കാർക്കാണ് എനിക്ക് വലിയൊരു താങ്ക്സ് പറയാനുള്ളത്. കാരണം ഗൈസ് നിങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്ര റീച്ച് ആകത്തില്ല. TV മാത്രമല്ല ഗൈസ് നമ്മൾ റീച്ച് ആയിട്ടുള്ളത്. ഗൈസ് പത്രം തുറന്നാൽ അവിടെ അത് പത്രത്തിന്റെ അകത്തൊന്നുമില്ല, പത്രത്തിന്റെ ഫ്രണ്ട് പേജ്. അത് ഒരു പത്രത്തിലല്ല, ഓൾമോസ്റ്റ് എല്ലാ പത്രത്തിലും. ഇതാണ് അവസ്ഥ. എന്തായാലും ഹൈക്കോടതിയെ നമിക്കുകയാണ്. ഹൈക്കോടതിയുടെ ഒരു നിർണായകമായിട്ടുള്ള ഇടപെടൽ, ജാഗ്രത കൂടി കണ്ട ഒരു കേസാണ്, ഒരു സംഭവമാണിത്. ഒപ്പം തന്നെ ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTOയിലെ ഉദ്യോഗസ്ഥരോടും അവർക്കൊരു ബിഗ് സല്യൂട്ട് കൂടി നമ്മൾ നൽകിയാണ്. എന്നിട്ട് നമുക്ക് ചർച്ചയിലേക്ക് കിടക്കാം. ഉപേന്ദ്ര നാരായണൻ, റോഡ് സുരക്ഷാ വിദഗ്ധൻ, നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. MK ഹരിദാസ്, ദി പ്രോപ്പർ ചാനലിന്റെ പ്രതിനിധി, നമ്മോടൊപ്പം ചേരും. ശ്രീ MK ഹരിദാസ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പലതവണ ഈ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോഴിതാ അഹങ്കാരത്തിന്റെ ശബ്ദമുയർത്തി അഴിഞ്ഞാട്ടം നടത്തി റോഡിലേക്ക് ഓടിക്കേണ്ട കാറ് ഒരു കുളിപ്പുരയാക്കി, ഒരു സ്വിമ്മിംഗ് പൂളാക്കി മാറ്റി സമൂഹത്തെയും MVDയും ഒക്കെ തന്നെ വെല്ലുവിളിച്ച ഒരു മാന്യദേഹത്തിനാണ് ഇപ്പോൾ ഇനി ലൈസൻസ് ഉപയോഗിക്കാൻ കഴിയാത്തൊരവസ്ഥ എത്തിയിരിക്കുന്നത്. MVDയുടെയും ഹൈക്കോടതിയുടെയും മോണിറ്ററിങ്ങിനെ താങ്കൾ എങ്ങനെ വിശകലനം ചെയ്യുന്നുണ്ട്? ഇത്തരക്കാർക്കുള്ള ഒരു ശക്തമായൊരു സന്ദേശം കൂടിയാണോ ഈ നടപടി? തീർച്ചയായിട്ടും ഇത് മോട്ടോർ വാഹന വകുപ്പിന്റെ ഈ ഇത്തരത്തിലുള്ള നടപടി അങ്ങേയറ്റം ഒരു സന്ദേശമാണ്. അത് മാത്രവുമല്ല, ഇത് ഒരു നമ്മൾ പറയില്ലേ, ഒരു മുന്നറിയിപ്പാണ്. ഇത്തരക്കാർക്ക്, ഈ വ്ളോഗർമാർക്കൊക്കെ നമ്മുടെ നാട്ടിൽ എന്ത് തോന്നിവാസവും എന്തഴിഞ്ഞാട്ടവും ചെയ്യാമെന്നുള്ളതിനുള്ളൊരു മുന്നറിയിപ്പാണ്. അങ്ങനെയൊന്നും അല്ല, എല്ലാവർക്കും നീതിയും നിയമവും തുല്യമാണ് എന്നുള്ളത്. പക്ഷെ ഇതൊക്കെ എത്ര കാലം നിലനിൽക്കും എന്നുള്ളതാണ് എന്നെപ്പോലുള്ളവർക്ക് ആശങ്ക. കാരണം ഇതൊക്കെ കൃത്യമായ കൃത്യനിഷ്ഠയോടുകൂടി എല്ലായിടത്തും പരിശോധനകൾ നടന്നാൽ ഇത്തരം നമ്മൾ പറയില്ലേ, ഈ സഞ്ജുമാര് പെരുകുന്നത് ഒരു പരിധിവരെയൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കും. നിയമം കണ്ണടയ്ക്കുമ്പോഴാണ് നിയമലംഘനങ്ങൾ കൂടുന്നത് എന്നുള്ളൊരു ആപ്തവാക്യം തന്നെ ഉണ്ട്. അപ്പൊ ഇവിടെ ഈ നിയമം കണ്ണടച്ചത് കൊണ്ടാണ് ഇത്തരക്കാരെ അഴിഞ്ഞാടിയിട്ടുള്ളത് എന്നുള്ള കാര്യവും ഹൈക്കോടതി ഈ കാര്യത്തിൽ കാണിച്ച ശുഷ്കാന്തിയെ നമുക്ക് ശ്ലാഘനീയമായിട്ട് നമുക്ക് എടുത്തു പറയേണ്ട സംഗതിയാണ്. പക്ഷെ പ്രതീഷ്, ഈ ലൈസൻസ് ഒന്നും ദീർഘകാലം ഇത്തരത്തിൽ സസ്പെൻഡ് ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പിനാവില്ല. കാരണം നമ്മുടെ നിയമത്തിന്റെ പഴുതുകൾ തലനാരിഴ കീറിയിട്ട് ഒരു വക്കീല് കൃത്യമായിട്ട് ഇതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് ഈ ചർച്ചയ്ക്ക് വരും മുമ്പ് ഒരു പ്രഗത്ഭനായ അഭിഭാഷകനോട്, പ്രഗത്ഭൻ എന്ന് പറഞ്ഞാൽ അതിപ്രഗത്ഭനായ ഒരു അഭിഭാഷകനോട് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞത് അതൊക്കെ ഒരു കൊല്ലത്തിനുള്ളിലൊക്കെ സസ്പെൻഷനൊക്കെ പിൻവലിച്ചിട്ട് ലൈസൻസ് ഒക്കെ കൊടുക്കേണ്ടി വരും. അതിനൊന്നുള്ള പരമാധികാരം മോട്ടോർ വാഹന വകുപ്പിനല്ലാതെ കോടതിയുടെ പരിധിയിലാണ്. അപ്പൊ അതിന് തക്കതായ ശിക്ഷയല്ലാതെ സഞ്ജു
ടെക്കി ഇനിയുള്ള കാലം മുഴുവൻ ഇത്തരം ഒരു പ്രവൃത്തി കൊണ്ട് ലൈസൻസ് ഇല്ലാതെ ജീവിക്കേണ്ടി വരുമെന്നുള്ളൊരു ആനന്ദം നമ്മളൊന്നും കണ്ടെത്തണ്ട. പക്ഷെ ഈ വ്ളോഗർമാരെയൊക്കെ കണ്ടുമാനം നിയന്ത്രിക്കേണ്ട കാലം ഒരുപാട് കഴിഞ്ഞു. കാരണം വ്ളോഗർമാർക്ക് മാത്രമല്ലതല്ല ഈ ലോകം. വ്ളോഗർമാർക്ക് അപ്പുറമുള്ള എല്ലാ നികുതിദായകർക്കും ജീവിക്കാനുള്ളതാണ് ഈ ലോകം. അപ്പൊ ഇവര് ചെയ്യുന്നപ്പോ ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുകയല്ല. ഇവിടെ ഈ ഫുഡ് വ്ളോഗേഴ്സ് കാണിച്ചു കൂട്ടുന്ന തോന്നിവാസം കൂടി ഇത്തരം ഒരു സന്ദർഭത്തിൽ എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അവരൊരു ഹോട്ടലിൽ ചെല്ലുന്നു, അവരൊരു ഭക്ഷണം കഴിക്കുന്നു, പിന്നീട് ആ ഹോട്ടലിനെ പറ്റിയിട്ട് അവരുടെ പബ്ലിസിറ്റിയുടെ മുകളിൽ ജനങ്ങൾ ലക്ഷങ്ങളാണ് അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നത്. പക്ഷെ ആ ഹോട്ടലിന്റെ പിന്നാമ്പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് ഈ വ്ളോഗർമാർ ഒരിക്കലും അറിയുന്നില്ല. അപ്പൊ നമ്മൾ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. നിയമവാഴ്ച നിലനിൽക്കുന്നിടത്താണ് പ്രതീക്ഷ ഈ ജനാധിപത്യം കൃത്യമായിട്ട് വാഴുക എന്നുള്ളൊരു വളരെയധികം ഒരു ചൊല്ലുണ്ട്. കാരണം ഇതൊരു സന്ദേശമാകുമോ എന്ന് ഞാൻ ചോദിച്ചത്, ഈ സഞ്ജു ടെക്കി എന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഒരുപാട് അങ്ങേയറ്റത്തെ തോന്നിവാസം കാട്ടുന്ന ഒരുപാട് യൂട്യൂബർമാർ ഈ ലൈക്കും ഫോളോവേഴ്സിനും വേണ്ടി എന്തൊക്കെ തോന്നിവാസം കാട്ടുന്ന വാഹനമൊക്കെ തന്നെ തലകീഴായിട്ടൊക്കെ ഓടിക്കുകയാണ്. തിരുവനന്തപുരം നഗരത്തിലൊക്കെ നമ്മൾ എത്രയോ തവണ ചർച്ച ചെയ്തതാണ്. കാരണം ബൈക്കൊക്കെ തലകീഴായി അതിന്റെ രൂപമാറ്റം വരുത്തി ഏതോ അന്യഗ്രഹ ജീവികളെ പോലെയൊക്കെ ജീവിച്ചു പോകുന്ന ഒരുപാട് മനുഷ്യരൂപം മാത്രമേ ഉള്ളൂ. ആ രീതിയിലുള്ള ഒരുപാട് എണ്ണം. അത്തരക്കാർക്കൊക്കെ പൂട്ട് വീഴുമോ, ഒരു മോണിറ്ററിംഗ് ഉണ്ടാകുമോ? കാരണം ഇത് ഒറ്റപ്പെട്ട സംഭവമായി ഒരു പെറ്റിയോ മറ്റോ ചുമത്തി പോകുമായിരുന്നു. പിന്നീടാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെയും ഹൈക്കോടതിയുടെ ഒക്കെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ വളരെ ശ്ലാഘനീയമായി തന്നെ ഹൈക്കോടതി മോണിറ്റർ ചെയ്തുകൊണ്ട്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണോ എന്ന് വ്യക്തമല്ല, മറ്റൊരു ബെഞ്ച് ആയിരിക്കാം. എങ്കിൽ കൂടി ഞാൻ പറയുകയാണ്, ഹൈക്കോടതിയുടെ ശക്തമായ ഒരു മോണിറ്ററിംഗ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള നിരീക്ഷണങ്ങൾ കൂടി MBDയുടെയും പോലീസിന്റെ ഭാഗത്തുനിന്നുകൂടി ചെയ്തു കൊടുത്താൽ മതി. CM കെ ഹരിദാസ്. ഒരുപാട് സഞ്ജുമാരിൽ ഒരാളാണ് ഈ സഞ്ജു എന്നൊരു തിരിച്ചറിവ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നമ്മൾക്ക് കൃത്യമായിട്ട് വേണം. ഒരു സഞ്ജു ശിക്ഷിക്കപ്പെട്ടത് കൊണ്ട് ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇല്ലാതാകുന്നില്ല പ്രതീക്ഷ. ഒരുപാട് സഞ്ജുമാരുണ്ട്. അതിന് ഈ മോണിറ്ററിംഗ് കൃത്യമായിരിക്കണം. അത് മോട്ടോർ വാഹന വകുപ്പ് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. മോട്ടോർ വാഹന വകുപ്പ് നമ്മൾ ഇതിനു മുമ്പ് ഇതേ ഉപേന്ദ്രനാരായണ സാറും ഞാനും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, പോലീസും മോട്ടോർ വാഹന വകുപ്പും കൈകോർക്കണം. എന്നിട്ടുള്ള കൃത്യമായിട്ട് ആദ്യത്തെ ആഴ്ചയുടെ 3 ദിവസം ഈ പോലീസ് പരിശോധന നടത്തുമ്പോൾ പിന്നുള്ള 3 ദിവസം മോട്ടോർ വാഹന വകുപ്പ് നടത്തണം. അത് ഒരു എറണാകുളത്തോ ഒരു തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ ഒരു കോഴിക്കോടോ മാത്രം നടത്തിയത് കൊണ്ടായില്ല. ഇവർ ഇത്തരം അഭ്യാസങ്ങൾ, ഇവൻ ഈ സ്വിമ്മിംഗ് പൂള് ഇവൻ എന്നാണ് ഞാൻ സംബോധന ചെയ്യുന്നത്. കാരണം സമൂഹത്തിന് ഇത്തരം ഇവന്മാര് ഭീഷണിയാണ്. അതുകൊണ്ട് അവൻ ഒരു റെസ്പെക്റ്റ് ഉള്ള വാക്ക് പോലും അവന് നേരെ ഉപയോഗിക്കാൻ ഞാൻ തയ്യാറല്ല. ഇവൻ ഈ തോന്നിവാസം കാണിച്ചത് ഒരു ഇടറോട്ടിലാണ് ചെയ്തിരിക്കുന്നത് എന്ന് ആലോചിക്കണം. കാരണം അവൻ അവിടേക്ക് ഈ പോലീസിന്റെയോ മോട്ടോർ വാഹന വകുപ്പിന്റെയോ ശ്രദ്ധ പതിയില്ല എന്നുള്ളൊരു ധാരണ അവന് ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള മെയിൻ റോഡിലോ അല്ലെങ്കിൽ നാൽക്കവലകളിലോ മാത്രമല്ല ഇത്തരം പരിശോധനകൾ വേണ്ടത്. ഇത്തരം ഇടറോഡുകളിലേക്ക് കൂടി പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും ശ്രദ്ധ പതിഞ്ഞാൽ ഇവിടെ നിയമലംഘനം പൂർണ്ണമായി ലംഘിക്കുന്നവരെ ഒരുപാട് പിടിച്ച് ഇത്തരത്തിലുള്ള ശിക്ഷ നൽകാനാവും. അത്തരം ശിക്ഷയിലൂടെ സമൂഹത്തിന് സന്ദേശം നൽകുന്നതിനോട് കൂടിയിട്ട് തന്നെ വലിയ പിഴ, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നിസ്സാരമായിട്ടുള്ള 500 1000 അല്ലാത്തൊരു പിഴ ചുമത്തിക്കൊണ്ട് ഇവരിൽ നിന്നും പിഴ ഈടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരക്കാരുടെ എണ്ണം കുറയും. വെല്ലുവിളിയരുത്. ഇവൻ വെല്ലുവിളിച്ചിട്ടുള്ളത് ആരെയാണ്? കേരളത്തിലെ സമൂഹത്തിനെയാണ്, കേരളത്തിലെ ജനങ്ങളെയാണ്, കേരളത്തിലെ നിയമപാലകരെയാണ്. എന്താണ് അവൻ വെല്ലുവിളിച്ചത്? അതായത് എനിക്ക് ലക്ഷങ്ങൾ മുടക്കിയാൽ കിട്ടാത്ത പബ്ലിസിറ്റിയാണ് മോട്ടോർ വാഹന വകുപ്പ് എന്നെ ചോദ്യം ചെയ്യലും എനിക്ക് ഈ ചാർജ് തരലിലൂടെയും എനിക്ക് നേടാനായത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു വ്ളോഗർ തയ്യാറാവുക എന്ന് പറഞ്ഞ് അത് നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണ്. ഇതിനെതിരെ ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെതല്ലാത്ത വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ഇവരുടെ പേരിൽ ക്രിമിനൽ കേസ് എടുക്കണമെന്നാണ് ഞങ്ങളെ പോലുള്ള സാമൂഹ്യ അഹങ്കാരത്തിന്റെ പണക്കൊഴുപ്പിന്റെ അഹന്തയാണ് ഈ തെരുവിൽ നമ്മൾ കണ്ടത്. അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി എന്ന് നമുക്കിവിടെ ഒരു നിയമവ്യവസ്ഥയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഈ സിസ്റ്റത്തെ ഓർത്ത് നമ്മൾ ഇപ്പോൾ അഭിമാനിക്കാൻ. നമുക്ക് എന്തായാലും ഈ ഇത്തരത്തിലുള്ള അഴിഞ്ഞാട്ടക്കാരനെ പൂട്ടിയത് കൊണ്ട് ഒരു ഗുണമുണ്ടായി. ചിലരുടെയൊക്കെയെങ്കിലും ജീവൻ രക്ഷപ്പെടും. കാരണം അറിഞ്ഞോ അറിയാതെയോ നമ്മൾ സുരക്ഷിതമെന്ന റോഡിലൂടെ വാഹനമെടുത്ത് പോകുമ്പോൾ ഇത്തരത്തിലുള്ള തെമ്മാടികൾ മൂലം നമ്മുടെ ജീവൻ നഷ്ടപ്പെടാം. എന്തായാലും 1 വർഷത്തേക്കുള്ള ആജീവനാന്തം എന്ന് പറയുന്നെങ്കിൽ അങ്ങനെ 1 വർഷത്തേക്കാണെങ്കിൽ കൂടിയും അത്രയെങ്കിലും ജീവൻ നാട്ടിൽ രക്ഷപ്പെടുമല്ലോ എന്ന് നമുക്ക് കരുതി നമുക്ക് കോൾമയിർ കൊള്ളാം. ശ്രീ ഉപേന്ദ്രനാരായണൻ, റോഡ് സുരക്ഷയെക്കുറിച്ച് വളരെ കൺസേൺ രേഖപ്പെടുത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, ഈ സഞ്ജു ടെക്കിയെ പൂട്ടിയത് മാധ്യമങ്ങളുടെ നിരന്തരമായ ഒരു ജാഗ്രത അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഹൈക്കോടതിയുടെ വളരെ ഫലപ്രദമായ ഇടപെടൽ, പിന്നീട് മോട്ടോർ വാഹന വകുപ്പിന്റെ സമയോചിതമായിട്ടുള്ള ഈ നടപടിയും അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് ആദ്യമായിട്ട് നന്ദി പറയാനുള്ളത് ബഹുമാനപ്പെട്ട
ഹൈക്കോടതിയോടും മാതൃഭൂമി ചാനലിനോടുമാണ്. കാര്യം മാതൃഭൂമി ചാനലാണ് ഇത് ആദ്യം തൊട്ട് ഇന്ന് വരെ ഇത് ടേക്കപ്പ് ചെയ്ത് വളരെ സീരിയസ് ആയിട്ട് ഇത് എയറിൽ നിർത്തിയത്. കാര്യം ശ്രീ ഹരിദാസ് പറഞ്ഞ പോലെ മോട്ടോർ വാഹന വകുപ്പും പോലീസും മാത്രമല്ല, ഇപ്പൊ ഹൈക്കോടതി ഇടപെട്ടിട്ടുണ്ട്. ഇത്തരം ദുരവസ്ഥ മാറ്റിയെടുക്കാനായിട്ട് ഇത്തരം ടെക്കികൾ എന്ന് പറയുന്ന ഇങ്ങനെ വ്ളോഗർമാരെ അവർക്കൊരു ബ്രേക്ക് ഇടാനായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സൂപ്പർവൈസ് ചെയ്തിട്ട് മോട്ടോർ വാഹന വകുപ്പുകാർക്കൊരു ധൈര്യം കൊടുത്തിട്ടുണ്ട്. യു പ്ലീസ് ഗോ ഹെഡ്, അത് ഞങ്ങൾ പുറയിലുണ്ട് എന്നൊരു ധൈര്യം കൊടുത്തപ്പോൾ ഇത്തരക്കാരെ പിടിച്ചു നിർത്താനും റോഡിൽ പൊതുജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്താനും കഴിയും. ഈ വിദ്യാസമ്പന്നനായ ടെക്കിക്ക് അറിയില്ലേ, കാർ എന്ന് പറയുന്നത് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് സുരക്ഷിതമായിട്ട് പോകാനുള്ളതാണെന്ന് അയാൾക്കറിയണം. 2, ഈ സ്വിമ്മിംഗ് പൂൾ മാതിരിയുള്ള ഒരു കാറിനകത്ത് ഘടിപ്പിക്കുമ്പോൾ അത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും. കാര്യം വെള്ളം ഒരു സൈഡിൽ നിന്ന് മറ്റു സൈഡിലേക്ക് പോവുകയും ഇത് മറ്റാൾക്കാരെ ഇടിച്ചു തെറിപ്പിച്ച് കൊല്ലുകയും ചെയ്യും. അവർക്ക് തന്നെ ആപത്തുണ്ടാവും. അപ്പൊ ഇത് പുതിയ തലമുറയ്ക്ക് ഒരു ചീത്തയായ സന്ദേശമാണ് അവർ കൊടുക്കുന്നത്. ഞങ്ങൾക്ക് എന്തും ചെയ്യാം, ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഞങ്ങൾ ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങള്, അയാളുടെ അനിയന്മാർ ഇതെല്ലാം ഫോളോ ചെയ്യും. അത് അങ്ങനെ നമ്മുടെ കേരളത്തിലെ റോഡുകളിലെല്ലാം സർക്കസ് ആണ് നടക്കുന്നത്. റോഡ് ഉപയോഗിക്കുകയല്ല, മറിച്ച് സർക്കസ് നടത്തി ലൈക്കും ഷെയറും വാങ്ങി പണം സമ്പാദിച്ച് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയാണ്. ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ കേരളത്തിലെ ആളുകൾ വിദ്യാസമ്പന്നരാണ്, അവരോട് പറഞ്ഞൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ അറിയാവുന്നതും ബോധ്യപ്പെടുത്തുന്ന ആളുകളാണ്. എന്നെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്നത് ഈ സംഭവത്തിന് ശേഷം ഇത്രയധികം ലൈക്ക് വീണ്ടും കൂടുകയാണ്. ഇത്തരത്തിലുള്ള ഒരു തികഞ്ഞ ഒരു പണക്കൊഴുപ്പിന്റെ അഹങ്കാരത്തിന്റെ പ്രതിരൂപമായിട്ടുള്ള ഒരു വ്യക്തിയുടെ ലൈക്കും ഷെയറും കൂട്ടുമ്പോൾ അത് ഞാൻ ഇവിടുത്തെ നമ്മളെ പോലെയുള്ള ജനതയെ ഓർത്തുകൂടി ലജ്ജിക്കുകയാണ്. നമ്മൾ വിദ്യാസമ്പന്നരാണ്. അപ്പോൾ ഞാൻ ഈ പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളോട് ഒന്ന് അഭ്യർത്ഥിക്കുന്നുള്ളൂ, പോയി ഒരു അൺലൈക്ക് കൊടുക്കുക, അൺഫോളോ കൊടുക്കുക. ഇത്തരത്തിലുള്ള ജീവികളെ അത് മനുഷ്യരെന്ന് പറയാൻ കഴിയില്ല. ആ രീതിയിലുള്ള ഒരു പേക്കൂത്താണ്, ഒരു മതം പൊട്ടിയ രീതിയിലാണ് ഈ വ്യക്തി കാട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം സമൂഹത്തിന് എന്തായാലും ഒരു പുഴുക്കുത്താണ്, സമൂഹത്തിന് അങ്ങേയറ്റത്തെ ഒരു നമ്മളെ സംബന്ധിച്ചോളം അങ്ങേയറ്റത്തെ ഒരു ഹാനികരമായ ഒരു വ്യക്തിയായി മാറുകയാണ് ശ്രീ ഉപേന്ദ്രനാരായണൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ കൂണുപോലെ ലക്ഷക്കണക്കിന് ഈ യൂട്യൂബേഴ്സ് ഇങ്ങനെ പല പ്രചോദനങ്ങൾ കൊണ്ട് പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മോണിറ്റർ ചെയ്യാൻ നമുക്കൊരു സിസ്റ്റം ഇല്ലാത്തതാണോ, അതെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുമോ? യൂട്യൂബൊക്കെയാണ്, അപ്പോൾ നമുക്കതാത് കാര്യങ്ങൾ റിപ്പോർട്ട് അടിക്കടി ചെയ്യാം. അങ്ങനെ ഇതൊരു മാർഗനിർദ്ദേശ സൂചകമായിട്ട് നമ്മൾ എടുത്തുകൊണ്ട് നമുക്ക് എന്തായിരിക്കാം നമുക്ക് ചെയ്യാൻ കഴിയുക, മോട്ടോർ വാഹന വകുപ്പിന് ചെയ്യാൻ കഴിയുക? ശ്രീ ഉപേന്ദ്രനാരായണൻ, യൂട്യൂബേഴ്സ് ഇതൊരു കേസ് സ്റ്റഡി ആയിട്ട് ഏറ്റെടുത്തിട്ട് ഈ ഇത്തരക്കാരെ യൂട്യൂബ് വിലക്കണം. അവരുടെ ഇങ്ങനെയുള്ള വ്ളോഗുകളും വീഡിയോസും ഒന്നും തന്നെ യൂട്യൂബിൽ വരാൻ പാടില്ല. കാര്യം ഇത് സാമൂഹ്യ ദ്രോഹമുള്ള ഒരു മെസ്സേജാണ് ഇതിലൂടെ സ്പ്രെഡ് ചെയ്യുന്നത്. അത് യൂട്യൂബ് അതിന്റെ ഓർഗനൈസേഷൻ അവര് ഇത് എന്തായാലും ഒരു സ്കാൻ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇത്തരം യൂട്യൂബേഴ്സിനെ, വ്ളോഗർമാരെ ആജീവനാന്തം വിലക്കണം. അതേപോലെ തന്നെ മറ്റുള്ളവർ ഇങ്ങനെ ജനങ്ങളെ പേടിപ്പെടുത്തുന്ന അപകടത്തിലേക്ക് നയിക്കുന്ന എന്തുതരം വീഡിയോ അപ്ലോഡ് ചെയ്താലും അത് യൂട്യൂബ് അത് റിജക്ട് ചെയ്യണം. ജനങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യണം, ലൈക്ക് അല്ല കൊടുക്കണ്ടേ. ഇത്തരം പ്രവണതകളെ ഡിസ്ലൈക്ക് ചെയ്ത് ഒറ്റപ്പെടുത്തണം. ഇക്കാര്യത്തിൽ ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് അപകടം ഉണ്ടാകുന്നത്. കാര്യം നമ്മുടെ നാട്ടിലെ റോഡ് അപകടങ്ങൾ ഭയാനകമാണ്. ഇന്ത്യ 1,78,000 പേരുടെ മരണത്തിന് ഇടയാക്കിയ ഒരു രാജ്യം 1ാം സ്ഥാനത്താണ്. കേരളം 4,300 പേരുടെ ജീവൻ അപഹരിച്ച് റോഡിൽ 1ാം സ്ഥാനത്താണ് ഇന്ത്യയില്. അപ്പോ ഇത് കുറയ്ക്കാൻ വേണ്ടി പാടുപെടുന്ന കുറെ ആൾക്കാരുണ്ട്. മോട്ടോർ വാഹന വകുപ്പുണ്ട്, ഹൈവേ പോലീസുണ്ട്, മറ്റു പോലീസുണ്ട്, ഈവൻ എന്നെ മാതിരിയുള്ള സന്നദ്ധ പ്രവർത്തകരുണ്ട്. അപ്പൊ ഞങ്ങളുടെ കാരണം മോട്ടോർ വാഹന വകുപ്പൊക്കെ ശ്ലാഘനീയമായ രീതിയിൽ ചില ഘട്ടങ്ങളിൽ അവർക്ക് വീഴ്ചകളുണ്ടാകാം. പക്ഷേ എന്നാലും റോഡ് അപകടം ഉണ്ടാകണമെന്ന് അവർ ചിന്തിക്കുന്നില്ല, അതിനുവേണ്ടി അവർ യത്നിക്കുന്നുമുണ്ട്. പക്ഷേ നമുക്കുണ്ടാകുന്ന ചില സിനിമകളുണ്ടല്ലോ, കാരണം ഇപ്പോൾ ആവേശം മോഡലിലാണ് തൻ്റെ വാഹനത്തെ, കാരണം ആവേശം എന്ന സിനിമയിൽ അമ്പാൻ എന്ന ഒരു കഥാപാത്രം ഈ ലോറിയുടെ ബാക്ക് അവിടെ സ്വിമ്മിംഗ് പൂളാക്കി മാറ്റുന്നു. ആ സിനിമയ്ക്കനുസരിച്ചുള്ള ഒരു രംഗം അവിടെ രൂപപ്പെടുകയാണ്. അത് കണ്ട് ഈ വ്യക്തി ചെയ്യുന്ന, ഇപ്പോൾ അമ്പാനുമില്ല, ഭഗതുമില്ല, ആരുമില്ല, പോയത് സ്വന്തം ലൈസൻസ് മാത്രം. അമ്പാനൊക്കെ ആ സിനിമയിലൂടെ പണം കൊണ്ട് പോവുകയും ചെയ്തു. ജീവിതം നഷ്ടപ്പെട്ടത്
ഈ അഭിനവ അംബാനി മാത്രമാണ്. അത് പ്രിയപ്പെട്ട ഈ പ്രേക്ഷകർ ഒന്നുകൂടി അത് ചിന്തിക്കണം. ഇത്തരം കഥാപാത്രങ്ങളെ നമ്മൾ ആ സിനിമ കണ്ട് 2-3 മണിക്കൂർ കഴിഞ്ഞ ശേഷം മനസ്സിലിട്ട് അത് ആസ്വദിക്കുക. പിന്നീട് അതിനെ പ്രയത്നിച്ചുകൊണ്ട് ദയവായി മുന്നോട്ട് പോകാതിരിക്കുക. അവസാനം ഞാൻ ഈ പറഞ്ഞതുപോലെ അനുഭവിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൂടി ശരിവെക്കേണ്ടതല്ലേ ശ്രീ ഉപേന്ദ്രനാരായണൻ? തീർച്ചയായിട്ടും ഈ പല സിനിമകളും തെറ്റായ മെസ്സേജാണ് സമൂഹത്തിന് നൽകുന്നത്. ഇപ്പൊ നേരത്തെ ഒരു സിനിമ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ക്രൂരത, ആവശ്യമില്ലാത്ത ക്രൂരത പെരുപ്പിച്ച് കാണിക്കുന്ന പല സിനിമകളും, അത്തരം സിനിമകൾക്ക് കൂടുതൽ കയ്യടി കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഈ താങ്കൾ പറഞ്ഞ ആ സിനിമയും. അതൊക്കെ തെറ്റായ മെസ്സേജ്. അത് സെൻസർ ബോർഡ് ബാൻ ചെയ്യണം. അത് കത്രിയിട്ട് വെട്ടിപ്പൊളിച്ച് പണ്ടാരം അടക്കണം. ഇതൊക്കെ ജനങ്ങളിലേക്ക്, കുഞ്ഞുങ്ങളിലേക്ക് എത്തുന്ന തെറ്റായ മെസ്സേജാണ്. അത് ഒരിക്കലും അത് വെളിച്ചം കണ്ടുകൂടാ, ജനങ്ങൾ കണ്ടുകൂടാ. ഈ സിനിമ തെറ്റായ മെസ്സേജ് തരുന്ന പല സിനിമകൾക്കുമാണ് കളക്ഷൻ കൂടുതൽ കിട്ടുന്നത്. അപ്പോ ഈ നമ്മുടെ ജനം നന്മ ഏത് തിന്മ ഏതെന്ന് അവർക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല, മറിച്ച് അവര് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് അവർക്ക് ഇത്രത്തോളം ലൈക്കും ഷെയറും പണവും കിട്ടുന്നത്. അപ്പോ എന്തായാലും ഇത് തുടക്കമാകട്ടെ. ഇതൊരു കേസ് സ്റ്റഡി ആയിട്ട് യൂട്യൂബ് ഏറ്റെടുക്കണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ഈ ടെക്കികളുടെ കേസ് ഒരു കേസ് സ്റ്റഡി ആയിട്ട് തീവ്രമായ ശിക്ഷ, ഇൻക്ലൂഡിങ് ജയിൽ ശിക്ഷ ഉൾപ്പെടെ കൊടുക്കണം. കാര്യം ഇവര് അനേകം പേര് കൊല്ലുന്നതിനുള്ള ആഹ്വാനമാണ് റോഡിൽ കാണിച്ചത്. കാര്യം അവർക്ക് സ്വിമ്മിംഗ് പൂള് പണിയണമെങ്കിൽ അവരുടെ പറമ്പിലിട്ട് വണ്ടിയിൽ ചെയ്യാം. പൊതുനിരത്തെന്ന് പറയുന്നത് രോഗികളെയും കൊണ്ടുപോകുന്ന ആംബുലൻസ്, ആരോഗ്യം ഇല്ലാത്ത കുഞ്ഞുങ്ങള് അല്ലെ ഗർഭിണികളൊക്കെ ട്രാവൽ ചെയ്യുന്ന സ്ഥലമാണ്. അപ്പൊ അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് ആരുടെ കടമയാണ്? ബഹുമാനപ്പെട്ട സർക്കാരിന്റെയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും അത് ഉറപ്പുവരുത്തേണ്ടതാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വ്യക്തമായിട്ടും കർശന ശിക്ഷ എടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് അങ്ങേയറ്റം ഞാൻ സന്തോഷിക്കുന്നു. താങ്കളെമാരിയുള്ള ചാനലുകൾ ഇത് മങ്ങിപ്പോകാതെ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു. ഇത് വളരെ ശിക്ഷാർഹമായ ഒരു കാര്യമാണെന്ന് ഞാനും വിശ്വസിക്കുന്നു. ശരി, ശ്രീ MK ഹരിദാസ്, നോക്കൂ, പണത്തിന്റെ അങ്ങേയറ്റത്തെ കൊഴുപ്പാണ്. നമ്മളിത് കണ്ടപ്പോൾ നമ്മൾ ഈ കേരളത്തിലാണോ ഇത് കാണുന്നതെന്ന് തോന്നും. കാരണം ഈ മെയ്യും ശരീരമൊക്കെ തന്നെ കരുത്തും ആർജിച്ച ഒരു യുവാവ്, സമയമൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ പറമ്പുണ്ടെങ്കിൽ പോയി 2 കിളച്ച് 2 വാഴ വെച്ച് കഴിഞ്ഞാൽ അത് വീട്ടുകാർക്കെങ്കിലും ഗുണമാകും. ഇവരുടെയൊക്കെ വീട്ടുകാരെയും കൂടി നമ്മൾ ഓർത്ത് സഹതപിക്കുക മാത്രമേ ഉള്ളൂ, നിവർത്തിയുള്ളൂ. ഇതോ നോക്കൂ, കഴിഞ്ഞ വർഷം ഈ യൂട്യൂബർമാരുടെ അങ്ങേയറ്റത്തെ പണക്കൊഴുപ്പും, ഇവർ സമ്പാദനം, കണക്കപ്പെടാത്ത പണം, അത് സംബന്ധിച്ച് റെയ്ഡ് ED അടക്കം നടത്തി. അപ്പോൾ ഇവർക്കൊക്കെ ഈ നല്ലൊരു ഫലഭൂഷ്ടമായ ഒരു മണ്ണ് കേരളത്തിന്റെ അല്ലെങ്കിൽ ഈ നാട്ടിലുണ്ട് എന്ന് തോന്നുന്നത് നമ്മുടെ ഈ നാടിന്റെ കൂടി ഗതികേടാണ്. ഇപ്പറഞ്ഞതുപോലെ ശ്രീ MK ഹരിദാസ്, നമുക്കിതൊരു ചൂണ്ടുപലകയായി ഈ ഹൈക്കോടതിയുടെ ഇടപെടൽ കാണാൻ കഴിയുമോ? ഹൈക്കോടതിയുടെ ഇടപെടൽ ഉള്ളിടത്തോളം കാലം മോട്ടോർ വാഹന വകുപ്പ് ഉണർന്ന് പ്രവർത്തിക്കും പ്രതീക്ഷ. എനിക്ക് ഇവിടുത്തെ മോട്ടോർ വാഹന വകുപ്പിനെ പൂർണ്ണമായിട്ട് ഈ കാര്യത്തിൽ വിശ്വാസമില്ല. ഞാനൊരു 2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. അതായത് കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് 3 കുട്ടികളും അവൻ്റെ ഭാര്യയെയും അവൻ്റെ ഓലമേഞ്ഞ കുടിലും പോറ്റാൻ വേണ്ടിയിട്ട് ഒരു പെട്ടി ഓട്ടോറിക്ഷ മേടിച്ച ഒരാളെ എനിക്കറിയാം. അവൻ പൈപ്പ്, അതായത് 6 മീറ്റർ നീളമുള്ള PVC പൈപ്പ് അവൻ്റെ പെട്ടി ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് 5000 രൂപ പിഴ ചുമത്തിയ ഈ മോട്ടോർ വാഹന വകുപ്പ് ഇത്തരത്തിലുള്ള എത്രത്തോളം നിയമലംഘനങ്ങൾ കാണാതെ പോകുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം. അതായത് ഇവർ കൃത്യമായിട്ട് ബുധനാഴ്ച ഇവരുടെ ഒരു പരിശോധനയ്ക്ക് ഇറങ്ങലുണ്ട്. ആ ബുധനാഴ്ച ഇത്തരം പാവപ്പെട്ടവൻ, അവൻ ആകെ ഓട്ടം പോയി കഴിഞ്ഞാൽ കിട്ടുക 500 രൂപയാണ്. അവൻ 5000 രൂപയുടെ റെസീറ്റ് എഴുതിക്കൊട്ട് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവൻ ആ റെസീറ്റുമായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറൊന്ന് ഇടപെടണം. നമുക്ക് എങ്ങനെ ഇടപെടാൻ സാധിക്കുക? അപ്പൊ 5000 രൂപയ്ക്കുള്ള തെറ്റവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിനൊരു മാപ്പ് കൊടുക്കാൻ വയ്യാത്തവരുടെ കൺമുന്നിലൂടെയാണ് ഇത്തരം ബ്ലഡി റാസ്കൽസ് ഇത്തരം നിയമലംഘനങ്ങൾ നടത്തിയിട്ട് പായുന്നത് എന്നുള്ളതും അതിൽ പിടിവീഴുന്നത് ഇത്തരത്തിലുള്ള ഒരു സഞ്ജുമാരാണ് എന്നുള്ളതും അതിലാണ് ഹൈക്കോടതിക്ക് ഇടപെടേണ്ടി വരുന്നത്. ഞാൻ ഈ ചർച്ചയ്ക്ക് നമ്മൾ കയറും മുമ്പ് ഈ വ്യക്തിയെ വിളിച്ചിരുന്നു, ഈ സഞ്ജു ടെക്കി. ഇപ്പോൾ ആ മാന്യദേഹം ഇപ്പോൾ അത്യാഹിത വിഭാഗത്തിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ അവിടെ സാമൂഹ്യ സേവനം നടത്തുകയാണ്. ആ സാമൂഹ്യ സേവനം കൊണ്ട് നന്നാവുമോ? കാരണം എനിക്ക് സംശയം വരുന്നത്, ഈ സംഭവത്തിന് ശേഷം നമ്മൾ നന്നാവുമല്ലോ എന്ന് കരുതി, നല്ല ചെറുപ്പക്കാരനാണ്, ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഭാവിയുള്ള ആയിരിക്കുമല്ലോ, ഇറങ്ങുമ്പോൾ ഒരു തെറ്റിന്റെ പേരിൽ പശ്ചാത്താപമുണ്ടാവും, പിഴവുണ്ടാവും. പക്ഷേ പിന്നീട് അയാൾ ചെയ്തതെന്താണ്? മാധ്യമങ്ങളെ വെല്ലുവിളിക്കുന്നു, അവിടെ എന്തൊക്കെയോ ഒരു ആക്ഷനൊക്കെ കാണിച്ച് വീണ്ടും ഏതോ മതമിളകിയ മട്ടിൽ
ലൈക്ക് എനിക്ക് ലൈക്ക് കിട്ടാനുള്ള അവസരമുണ്ടായിട്ടുണ്ട്, ഇതുവഴി എനിക്ക് ഫോളോവേഴ്സ് കൂടുമെന്ന് പറയുമ്പോൾ അപമാനം പോലും അങ്ങനെ പണക്കൊഴുപ്പിൻ്റെതായിട്ടും അവസരങ്ങളാക്കി മാറ്റുന്ന ഇത്തരത്തിലുള്ള യുവാക്കൾ ഈ സാമൂഹ്യ സേവനത്തിലൂടെയൊക്കെ നന്നാകുമെന്ന് കരുതാമോ? ഞാൻ ഫോൺ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്തായാലും ഒരു വെല്ലുവിളിയുടെ സ്വരത്തിലാണ് സംസാരിച്ചത്, നന്നായി എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി കേട്ടത്. അതുകൊണ്ടാണ് CM ഹരിദാസ് ചോദിക്കുന്നത്, നന്നാകുമോ ഈ വ്യക്തി? നന്നാവില്ല, ഒരിക്കലും നന്നാവില്ല. ഇവനെന്നല്ല, ഇവനെ പോലുള്ള ഒരുത്തനും നന്നാവില്ല. കാരണം പണക്കൊഴുപ്പാണ് പ്രധാനം. ആ പണക്കൊഴുപ്പ്, അധ്വാനിച്ച് നേടുന്ന പണക്കൊഴുപ്പിന് അഹങ്കാരം ഉണ്ടാവില്ല പ്രതീക്ഷയെ. അധ്വാനിച്ച് നേടുന്ന പണത്തിന് ഒരിക്കലും അഹങ്കാരം ഉണ്ടാവില്ല. ഇത് അധ്വാനിക്കാതെ കിട്ടുന്ന പൈസ ാണ്. സമൂഹ മാധ്യമം മാനവരാശിയുടെ നിലനിൽപ്പിന് അപകടമാണെങ്കിൽ അതിന് തക്കതായ പോംവഴി ഭരണാധികാരികൾ കണ്ടെത്തണം. ഇത്തരത്തിലുള്ളവർ ഇത്തരത്തിൽ ചെയ്യുന്ന വീഡിയോകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് മറ്റൊരാൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തന്നെ ബാൻ ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ പോലീസോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ പറയില്ലേ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകളിലോ വേണമെന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ സംഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ മോട്ടോർ വാഹന നിയമങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവിടെ പൊലിയുന്നത് നിരപരാധികളുടെ ജീവനാണ് എന്നുള്ള കാര്യം ഇത്തരത്തിലുള്ള ബ്ലഡി ഇഡിയറ്റ്സ് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതിന്റെ ഉദാഹരണമല്ലേ ഈ സംഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ മോട്ടോർ സൈക്കിളിൽ 2 കൈയും വിട്ട് പായുക, മോട്ടോർ സൈക്കിളിൽ 1 കാല് വെച്ചിട്ട് ഓടിക്കുക, ഇത്തരക്കാരൊക്കെ ഇത്തരം പ്രവർത്തികൾ ചെയ്യുമ്പോൾ അവൻ ചത്തോട്ടെ, അവൻ ചത്താൽ അവന്റെ കുടുംബത്തിന് വീട്ടിലേക്കുള്ള അരിയും മണ്ണെണ്ണയും സാധനങ്ങളും വാങ്ങിപ്പോകുന്ന പാവത്തിന്റെ നെഞ്ഞത്ത് കൂടിയാണ് ഈ വാഹനങ്ങൾ കയറി പോകുക. ആ കുടുംബം കൂടി അനാഥമാകുന്നു എന്നുള്ളൊരു ബോധം ഇവനൊക്കെ ഉണ്ടാ. സമൂഹത്തിന് മാതൃകയാകേണ്ട ഓരോരുത്തരും മാതൃകയാകാൻ കഴിഞ്ഞെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള ആപത്തുകൾ വരുത്തുമാറുള്ള ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാതിരുന്നുകൂടെ ഇവർക്കൊക്കെ. അപ്പൊ പ്രതീക്ഷ, ഇത് നിങ്ങൾ ഈ നടത്തുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ടല്ലോ, അത് വലിയ മാതൃഭൂമിക്ക് അങ്ങേയറ്റ അഭിനന്ദനം. ഉപേന്ദ്രനാരായണ സാർ പറഞ്ഞതുമാതിരി തന്നെ. അപ്പൊ ഇത് നിസ്സാരമല്ല. ഇതിലെ ഞാനും ശ്രീ ഉപേന്ദ്രനാരായണ സാർ പറയുന്ന പോലെ തന്നെ വേണം. അതായത് ഇത്തരം വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്ത് അത് ജനങ്ങൾ കാണാതിരിക്കാനുള്ള ഒരു സംവിധാനം നമുക്ക് വേണം. അതിന് നമ്മുടെ പോലീസിന്റെ IT സെല്ലിന് എന്താണ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യേണ്ട അടിയന്തര സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇത്തരം കന്നാലികളെ മെഡിക്കൽ കോളേജിലെ ആതുര സേവനത്തിനോ എടപ്പാളിലെ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളിലേക്കോ ഒന്നും പറഞ്ഞത് കൊണ്ടൊന്നും ഇവനൊന്നും നേരിയാകാൻ പോകുന്നില്ല. വിഭാഗം എന്ന് പറയുമ്പോൾ എനിക്കറിയാം, ഞാൻ മെഡിക്കൽ കോളേജിന് അടുത്ത് താമസിക്കുന്ന വ്യക്തിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പെട്ടെന്ന് പോകുന്നതാണ്. അവിടെ ഒരു അത്യാഹിത വിഭാഗത്തിലൊക്കെ ചെല്ലുമ്പോൾ 1 മിനിറ്റ് നമുക്ക് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കരള് അലിഞ്ഞു പോവും. നമ്മൾ ആ കണ്ടുന്ന കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വേറെ മനുഷ്യനായി അത് മാറും. നമ്മുടെ ഉള്ളിലുള്ള മറ്റ് അഹന്തഭാവത്തേക്ക് ഒരു കുറച്ചു കാലത്തേക്കെങ്കിലും മാറ്റിമറിക്കും അത്തരം കാഴ്ചകൾ. അപ്പോൾ ഈ അത്യാഹിത വിഭാഗത്തിലാണ് ഈ വ്യക്തികളെ പോലെയുള്ളവർക്ക് ഇത്തരത്തിൽ ആതുര സേവനത്തിന് അവരെ നിയോഗിക്കുന്നത്. അങ്ങനെ ഒരു മനംമാറ്റം ഉണ്ടാകുമോ? അത് പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷിക്കേണ്ട, ഒട്ടും പ്രതീക്ഷിക്കേണ്ട. കാരണം എന്താ, മനംമാറ്റം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണമെന്ന് പറയോ? മനസ്സിൽ അഹങ്കാരം പാടില്ല. മനംമാറ്റം വേണമെങ്കിൽ മനസ്സിൽ അഹങ്കാരം പാടില്ല. അഹങ്കാരം കൊണ്ടാണ് ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഈ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ അഹങ്കാരത്തോട് കൂടിയിട്ടാണ് മറുപടി പറഞ്ഞത്. നിങ്ങൾ ചർച്ച ചെയ്യണമെങ്കിൽ ചർച്ച ചെയ്തോ എന്ന് പറയത്തക്ക രീതിയിലുള്ള മാനസികാന്തരീക്ഷമുള്ളവര് ഇത്തരത്തില് 1 മാസമല്ല, ഒരാഴ്ചയല്ല, ഒരു കൊല്ലം ഇത്തരത്തിലുള്ള അത്യാഹിത വിഭാഗത്തിലിട്ടാലും അവരുടെ ഒന്നും മനസ്സ് മാറില്ല. അവർക്കുള്ള ശിക്ഷ ഇത്രയേ ഉള്ളൂ. ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവർക്കെതിരെ ക്രിമിനൽ നടപടി പ്രകാരം അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള ഒരു നിയമ സംവിധാനം, നീതി നിയമ സംവിധാനം ഇവിടെ ഉരുത്തിരിഞ്ഞത് വരുന്നത് വരെ ഇത്തരക്കാരിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. ഓരോരുത്തരും താൻ എന്ന പ്രവൃത്തിയിലൂടെ മാതൃകയാകണം പ്രതീക്ഷ. അതായത് അത് വരും തലമുറയ്ക്ക് തന്റെ പിൻഗാമികൾക്ക് സന്ദേശമാകണം. അല്ലാതെ ഇത്തരം പ്രവൃത്തി ചെയ്ത് സമൂഹത്തിന് മാനഹാനി വരുത്തി വെച്ചുകൊണ്ട് കേരളത്തിൽ, അതും നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, സാക്ഷര കേരളം, പ്രബുദ്ധ കേരളം എന്ന് പറയുന്നിടത്ത് ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തിട്ട് ഈ മാന്യദേഹം എന്താണ് അദ്ദേഹം നേടിയത്? കുറെ പണം നേടുമായിരിക്കാം, കുറെ വ്യൂവേഴ്സിനെ നേടുമായിരിക്കാം. അല്ലാണ്ട് സമൂഹത്തിനൊരു സന്ദേശം കൊടുക്കേണ്ട എന്തെങ്കിലും ഒരു വീഡിയോ ഈ വ്യക്തി ചെയ്തതായിട്ട് ഞാൻ ഒരുപാട് ഈ ചർച്ചയ്ക്ക് വരുന്നതിനേക്കാൾ മുമ്പ് അന്വേഷിച്ചു. ഈ സമൂഹത്തിന് മാതൃകയാകുന്ന, സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശമാകുന്ന ഒരു വീഡിയോയും ചെയ്യാതെ ഇത്തരത്തിൽ ഉപദ്രവകാരികളായവരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പുതിയ നിയമ സംവിധാനങ്ങൾ വരേണ്ടിയിരിക്കുന്നു. അതിനെ ഹൈക്കോടതിക്ക് അടിക്കടി ഇടപെടുന്നതിനൊക്കെ, കാരണം കോടതികളിൽ കേസ് കെട്ടിക്കിടക്കുന്നതിനിടയിലാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുമ്പോൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. എന്തായാലും ഈ സഞ്ജു ടെക്കി ഈ സമൂഹത്തിന് ഹാനികരം. സഞ്ജു ടെക്കി അനുകരിക്കുന്ന വ്യക്തികളും ഹാനികരമാണ്. അങ്ങനെ സഞ്ജു ടെക്കിക്ക് കിട്ടി 8ന്റെ പണി. അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവസാനമായി ശ്രീ ഉപേന്ദ്രനാരായണൻ, ഹൈക്കോടതി പറഞ്ഞു ഈ ബ്ലോഗർമാരുടെ അതിപ്രസരം അവർ ഭീഷണിപ്പെടുത്തുന്നെങ്കിൽ
മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കണമെന്ന്. അപ്പോൾ കൃത്യമായിട്ടും ഹൈക്കോടതിക്ക് പല കാര്യങ്ങളും ബോധ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ആശങ്കപ്പെടുന്നത് പോലെ അതേ ആശങ്ക ഹൈക്കോടതിക്കുമുണ്ട്. അപ്പോൾ നമുക്ക് ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ മാത്രം ആശ്രയിച്ചിട്ട് കാര്യമില്ല, കാരണം അവർക്ക് ചില പരിമിതികളുണ്ട്. അപ്പോൾ ഈ സംയോജിതമായിട്ട് സൈബർ സെല്ലുണ്ട്, മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ, ഇവരെയൊക്കെ നിയന്ത്രിക്കണമെങ്കിൽ സമൂഹത്തിന് ഇവരൊക്കെ പുഴുക്കുത്തുകളാണ്, അപകടകരമാണ്, അന്യന്റെ ജീവൻ അപഹരിക്കുന്ന തരത്തിലേക്ക് അടക്കം ഇവരെ ചെയ്തികൾ പോകുന്നുണ്ടെങ്കിൽ നമുക്കൊരു സംയോജിത ഓപ്പറേഷൻ ആവശ്യമല്ലേ ശ്രീ ഉപേന്ദ്രനാരായണൻ? വളരെ ശരിയാണ്, അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. കാര്യം ഇത് ഇന്നത്തെ ആവശ്യമാണ്. കാര്യം ഇങ്ങനെ പുഴുക്കുത്തുകൾ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്, പന്തലിക്കുകയാണ്. കാര്യം അവർക്ക് അഭ്യാസം കാണിക്കുന്നതിനോടൊപ്പം ഫണ്ട് കിട്ടുന്നുണ്ട്, പൈസ. ആ പൈസയിൽ അവർ അർമാദിച്ചിട്ട് എന്തും ചെയ്യാമെന്നുള്ള ധൈര്യത്തിലേക്ക് കുറെ ചെറുപ്പക്കാർ വരുന്നുണ്ടെങ്കിൽ അവരെ തടയാനായിട്ട് നിലവിലുള്ള നിയമങ്ങൾ മാത്രം പോരാ, പുതിയ നിയമങ്ങൾ വരണം. ഇപ്പൊ ഇത്തരം വ്ളോഗേഴ്സ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ പോലീസിൽ രജിസ്റ്റർ ചെയ്യാനും സൈബർ സെല്ലിൽ രജിസ്റ്റർ ചെയ്ത് ഇവരെന്താ ചെയ്യുന്നത്, ഇവര് സമൂഹത്തിന് ഹാനികരമായ വീഡിയോകളാണോ വരുന്നതെങ്കിൽ അത് സെൻസർ ചെയ്ത് കട്ട് ചെയ്ത് കളയാനുമുള്ള ഒരു രീതി പോലീസിൽ തന്നെ ഉണ്ടാവണം. അത് ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ പ്രിവെന്റ് ചെയ്തില്ലെങ്കിൽ ഇത് നമുക്ക് വളരെ ദൂഷ്യം ഉണ്ടാകും. കൊറോണ പടർന്നു പിടിക്കുന്ന മാതിരിയുള്ള ദൂഷ്യങ്ങളാണ് സ്പ്രെഡ് ചെയ്യാൻ പോകുന്നത്. കൂടാതെ ശിക്ഷ, ഇത് ലാഘവത്തോടെ പോലീസ് കാണിക്കാൻ പാടില്ല. കാര്യം IPC 279 എടുത്ത് ഇവരെ ജയിലിലടക്കേണ്ട കേസാണ്, ചെറിയ കാര്യമല്ല. IPC 279 ആലപ്പുഴ പോലീസ് എടുത്തോ എനിക്ക് സംശയമുണ്ട്. ഇപ്പൊ RTO ഓഫീസിലേക്ക് കയറുമ്പോൾ തന്നെ അവര് മൈക്കും മൈക്രോഫോണും വീഡിയോയും ക്യാമറയും ഒക്കെ നെഞ്ചത്ത് പിടിപ്പിച്ചാണ് കയറിയത്. എന്തുകൊണ്ട് RTO അത് തടഞ്ഞില്ല? ആള് വരുമ്പോൾ അയാളുടെ ക്യാമറയും വീഡിയോയും ഒക്കെ എടുത്ത് മാറ്റിക്കൊണ്ട് വേണം അവരെ ഓഫീസിലേക്ക് കയറ്റാനിരുന്നത്. ഇവരെ സമൂഹത്തിൽ എന്ത് നടന്നാലും അത് വീഡിയോയിലൂടെ സ്പ്രെഡ് ചെയ്തിട്ട് ഗവൺമെന്റ് മെഷീനറിയെ ചീത്തപ്പെടുത്തുന്ന രീതിയിൽ, അതായത് ഈ RTOമാരെയും പോലീസിനെയും ഒക്കെ തെറി വിളിക്കുന്ന രീതിയിലേക്കുള്ള വീഡിയോസ് ഉണ്ടാക്കുക, അതിൽ നിന്ന് ലൈക്ക് കിട്ടുക. അങ്ങനെ കുറെ എണ്ണം ഈ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മള് മുന്നോട്ട് പോകുമ്പോഴേ നമ്മുടെ ഒരു സംസ്കാരം മുന്നോട്ട് കൊണ്ടുപോകാനും കൂടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോ മാധ്യമങ്ങളുടെ കാര്യത്തിൽ നമ്പർ 1 ആയിട്ടാണ് മാതൃഭൂമി ഇത് ഏറ്റെടുത്തത്. വളരെ നല്ല ഒരു അറ്റംപ്റ്റ് ആണ്. അതേമാതിരി ബഹുമാനപ്പെട്ട ഹൈക്കോടതി സമയോചിതമായിട്ട് ഇടപെട്ടു. അപ്പൊ ഇനി ഇത്തരം കേസുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നോക്കും, കാണും. അത് വലിയൊരു ആശ്വാസമാണ് റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഞങ്ങൾക്ക് വരുന്നത്. പൊതുവെ നമ്മൾ അപകടം കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇവർക്കെതിരെ നിൽക്കുന്നത്. അല്ലാതെ ഈ പറഞ്ഞ ടെക്കുകൾക്ക് എനിക്കൊരു വിരോധമൊന്നുമില്ല. പക്ഷെ ഇത് കാണുന്നവർ ശ്രദ്ധിക്കേണ്ടത്, അവരെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. താങ്കൾ പറഞ്ഞ വളരെ ശരിയാണ്. ഇവരെ അൺഫ്രണ്ട് ചെയ്യുക, ഇവരെ അൺഫോളോ ചെയ്യുക, ഇവരെ ഡിസ്ലൈക്ക് ചെയ്യുക. ഇവരുടെ ഇത്തരം കോപ്രായങ്ങൾ നമുക്ക് സമൂഹത്തിന് ദോഷം തരും. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളും ഒക്കെയാണ് താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവസാനമായി വളരെ ചുരുക്കി ശ്രീ MK ഹരിദാസ്, കാരണം പഴയകാലമായിരുന്നു, അന്നൊക്കെ നമ്മളൊക്കെ ഈ ഒന്നും കിട്ടാതെ ദാരിദ്ര്യപ്പെട്ട് വളർന്നു. അതുകൊണ്ട് നമ്മുടെ മക്കളെങ്കിലും അല്ലലില്ലാതെ വളരണമല്ലോ എന്ന് കരുതിയാണ് മാതാപിതാക്കളൊക്കെ പണമില്ലെങ്കിൽ പോലും വാഹനമൊക്കെ വാങ്ങിച്ച് മക്കൾക്ക് നൽകുന്നത്. അപ്പോൾ അവർ ഇങ്ങനെ കൈവിട്ടു പോകുന്നു. നാളത്തെ പത്രത്തിലെ ചരമക്കോളത്തിലേക്ക് സ്വയം പോകുന്ന ഒരു തലമുറ പോലും ആയി മാറുന്നു ചെറിയൊരു വിഭാഗം. അപ്പോൾ കൃത്യമായൊരു മോണിറ്ററിങ്ങും ഒരു ബോധവൽക്കരണമൊക്കെ കാലഘട്ടം മുന്നോട്ട് വയ്ക്കപ്പെടുകയാണോ വിദ്യാഭ്യാസ തലം മുതൽ? ശ്രീ MK ഹരിദാസ് ചുരുക്കി നോക്കി നോക്കൂ, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ സമൂലമായ മാറ്റം വേണം. വെറുതെ ആവശ്യമില്ലാതെ ഹുമയൂണിനെയും അക്ബറേയും കുറിച്ച് പഠിപ്പിക്കുന്ന നേരത്തെ 8ാം ക്ലാസ് മുതൽ തന്നെ മോട്ടോർ വാഹന നിയമങ്ങളെ കുറിച്ചിട്ടുള്ള അവബോധം സൃഷ്ടിക്കണം. 18ാം വയസ്സിന്റെ ബർത്ത്ഡേയുടെ അന്ന് മക്കളുടെ കയ്യിലേക്ക് 2 വീലറിന്റെ ചാവി വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വ്യഗ്രത കാട്ടുന്ന മാതാപിതാക്കൾക്ക് ബോധവൽക്കരണം നൽകണം. കുട്ടികളിൽ 8ാം ക്ലാസ് മുതൽ ഈ മോട്ടോർ വാഹന നിയമങ്ങൾ എത്രത്തോളം പാലിക്കപ്പെടണം എന്നുള്ളൊരു ബോധം വളർത്തിയെടുത്തു കഴിഞ്ഞാൽ അവരിൽ അത് പിന്നീടുള്ള കാലങ്ങളിൽ നിലനിൽക്കും. അപ്പൊ അതൊന്നും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇല്ല എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമാണ്. പിന്നെ താങ്കൾ ഈ ചർച്ചയ്ക്കിടയിൽ പറഞ്ഞ ഒരു വാക്കുണ്ട്, സമൂഹം മുഴുവൻ ഇത്തരം അനീതിക്കെതിരെ നിന്നുകൊണ്ട് അവർക്ക് ലൈക്ക് അടിക്കുകയാണെന്ന്. ആരാണ് ശ്രീ പ്രതീഷ് ഈ സമൂഹം എന്ന് പറയുന്നത്? ഇത്തരം ഇഡിയറ്റുകൾക്ക് ലൈക്ക് അടിക്കുന്ന 5 or 6 ലക്ഷം ആൾക്കാരല്ല സമൂഹം എന്ന് പറയുന്നത്. 3,40,00,000 ജനങ്ങളുള്ള കേരളത്തിലെ ഈ 6 or 7 ലക്ഷത്തിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആരാണ് ഇത്തരക്കാരെ ശ്രദ്ധിക്കുന്നത്? 64 വയസ്സുള്ള ഞാൻ പറയുകയാണ്, ഈ 64 വയസ്സിൽ ഈ സമയം വരെ ഈ സമൂഹ മാധ്യമത്തിനെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാതെ ഇത്തരം കാര്യങ്ങളിൽ പങ്കെടുത്തുകൊണ്ട്, ചർച്ചയിലൊക്കെ പങ്കെടുത്തുകൊണ്ട് സമൂഹത്തിന് ആവശ്യമായ കാര്യങ്ങൾ പറയുന്ന ഞാൻ പറയുന്നു, ഇവനൊന്നുമല്ല സമൂഹത്തിന്റെ നാളത്തെ
നമ്മൾ പറയില്ല ഉദ്ഘോഷിക്കാൻ വേണ്ടിയിട്ട് സമൂഹത്തിന് മാനവരാശിയുടെ നിലനിൽപ്പിന് വേണ്ട സന്ദേശം നൽകാൻ പോകുന്നത് എന്നുള്ള കാര്യം നമ്മുടെ സമൂഹം മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് എന്ന് കൂടി പറയണം ഈ സമൂഹത്തിനെ പറ്റി പറയുമ്പോൾ. അപ്പോ നമ്മളിതിൽ വേണ്ടത് ഉപേന്ദ്രനാരായണ സാറും ഞാനും പറഞ്ഞത് തന്നെയാണ്, നമ്മുടെ നിയമം പരിഷ്കരിക്കണം. ഇത്തരക്കാർക്ക് ഈ ലൈസൻസ് റദ്ദാക്കിക്കൊണ്ടുള്ള ചെറിയ ശിക്ഷ പോരാ. ഇത്തരക്കാരെ ഒരു ചുരുങ്ങിയ കാലമെങ്കിലും ജയിലിൽ അടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ നീതി നിയമ സംവിധാനങ്ങൾ വരും വരെ ഇത്തരക്കാർ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ അഴിഞ്ഞാടിയാൽ അതിൽ അത്ഭുതമില്ല. എല്ലാ കാലത്തും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാമെന്ന് നമ്മുടെ കേരളം ഭരിക്കുന്ന അധികൃതർ കരുതുന്നുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം തെറ്റായ ഒരു കാര്യമാണ്. ഇത്തരക്കാരെ നമ്മൾ പറയില്ലേ സമൂഹത്തിന് അവോയ്ഡ് ചെയ്യാൻ, സമൂഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായി ഈ സംഭവത്തെ എടുത്തുകൊണ്ട് നാളെ തൊട്ട് ഇവനൊക്കെ എന്ത് പോസ്റ്റ് ചെയ്താലും അത് കണ്ടില്ലെന്ന് നടിക്കാനുള്ള ഒരു ശ്രദ്ധ കൂടി നമ്മുടെ സമൂഹം സോഷ്യൽ മീഡിയയിൽ കാണിക്കണം. സോഷ്യൽ മീഡിയ സമൂഹ മാധ്യമത്തിനും നമ്മുടെ സാമൂഹ്യ സുരക്ഷയ്ക്കും അങ്ങേയറ്റം അപകടകരമാവുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇത്തരം സംഭവങ്ങളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിൽ ഇടപെട്ടുകൊണ്ട് അതിനെ നിയന്ത്രിക്കുകയും നിരോധിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ നിയമം നമുക്ക് വേണ്ടിയിട്ട് കൊണ്ടു നടക്കുന്ന സർക്കാരും അധികൃതരുമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, വളരെ നന്ദി ശ്രീ എം കെ ഹരിദാസ്, ഉപേന്ദ്ര നാരായണൻ വിലപ്പെട്ട നിർദ്ദേശങ്ങളും വിലയിരുത്തലും പങ്കുവെച്ചതിന്.